ഹലോ ഗൈസ്, ഇതാണ് TDS മീറ്റർ. കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശുദ്ധത അളക്കുന്ന ഒരു ഉപകരണം. നമ്മൾ കുടിക്കുന്ന ജലത്തിനകത്ത് കാൽസ്യം, മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് ഉണ്ട്. നമ്മുടെ പല്ലുകളെയും എല്ലുകളെയും ബലപ്പെടുത്തുന്ന ചില മിനറൽസ്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം മാറും. TDS എന്നാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്നാണ് അർത്ഥം. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവിനെ കാണിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതിൻ്റെ അറ്റത്തായിട്ട് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സ് വെള്ളത്തിൽ മുക്കിയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ppm പാർട്സ് പെർ മില്യൺ എന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. 50 to 300 ppm ഉള്ളിൽ വരുന്ന വെള്ളമാണ് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളം. 50 ppm താഴെയുള്ള വെള്ളമാണെങ്കിലോ അതിലെ മിനറൽസ് എല്ലാം പോകും, പക്ഷേ കുടിക്കാൻ നല്ല വെള്ളമാണ്. എന്നാൽ 300 ppm മുകളിലായിട്ട് വരുന്ന വെള്ളമാണെങ്കിലോ അത് ഒട്ടും കുടിക്കാൻ അനുയോജ്യമല്ലതാനും. 50 to 150 ppm ഉള്ളിൽ വരുന്ന വെള്ളമാണ് മിനറൽസ് എല്ലാമുള്ള എക്സലന്റ് വാട്ടർ. ഇവിടെ ഞങ്ങൾ 4 ഗ്ലാസ്സുകളിലായി 4 ടൈപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലാസ്സിൽ ഇരിക്കുന്നത് നോർമൽ പൈപ്പ് വാട്ടറും, രണ്ടാമതിരിക്കുന്നത് ഫിൽറ്ററിൽ നിന്ന് എടുത്ത വെള്ളവും, മൂന്നാമതായിട്ട് ലൈം വാട്ടറും, നാലാമതായിട്ട് കോൾഡ് വാട്ടർ, ഐസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഓൺ ആക്കുന്നു. ഇതിൻ്റെ അഗ്രം കൊണ്ടുവന്ന് നമ്മൾ വെള്ളത്തിനകത്ത് മുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിനകത്ത് നോർമൽ പൈപ്പ് വാട്ടറാണ് ഇരിക്കുന്നത്. അതിൽ നമ്മൾ മുക്കി 614 ppm ആണ് കാണിക്കുന്നത്. അതായത് 300 ppm മുകളിലാണ്. കുടിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത വെള്ളമാണ്. അടുത്തതായി നമ്മൾ ഫിൽറ്ററിലെ വാട്ടറിലാണ് മുക്കുന്നത്. ഫിൽറ്ററിലെ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ 33 ppm ആണ് കാണിക്കുന്നത്. അതായത് 50 ppm താഴെയാണ്. മിനറൽസ് ഒക്കെ പോയിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ഗേസ് ഞങ്ങളുടെ ഫിൽറ്ററിൽ നിന്ന് കിട്ടുന്നത്. അത് കുടിക്കാൻ നല്ല വെള്ളം തന്നെയാണ്, പക്ഷേ മിനറൽസ് ഒക്കെ പോയിട്ടുണ്ട്. അടുത്തത് ലൈം വാട്ടറാണ്. അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് കോൾഡ് വാട്ടർ ചെക്ക് ചെയ്യാം. അതിലിതാ 21 ppm ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ലൈം വാട്ടറിലെ ppm ചെക്ക് ചെയ്യാം. ലൈം വാട്ടറിൽ 175 ppm ആണ് കാണിക്കുന്നത്. ഇതും കുടിക്കാൻ അനുയോജ്യമാണ്. ഇനി നമ്മൾ കുടിക്കുന്ന ബിസ്ലേരി വാട്ടർ, കുപ്പി വെള്ളത്തിൻ്റെ ppm എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം, ലൈക്കും അടിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി